Good afternoon, all. Good afternoon, Miss. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? എന്താണ് ആരൊന്നും പറയാത്തത്? നോക്കിയോ? Yes, നോക്കിയായിരുന്നു. ക്ലിയർ ആണോ എല്ലാം? എംപ്ലോയി റിലേഷൻ ആണല്ലേ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? എംപ്ലോയി റിലേഷൻ അല്ലേ, ER ആണല്ലേ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞല്ലോ മിസ്. Yes, പറഞ്ഞായിരുന്നു. ഓക്കെ, ക്ലാസ് തുടങ്ങാം അല്ലേ? എന്നാലും കയറിയിട്ടില്ലല്ലോ, ജോയിൻ ചെയ്തിട്ടില്ലല്ലോ, കുറച്ച് പേര് കയറിയിട്ടുള്ളൂ. ഇത് പറ്റി മഴയാണോ? ഓക്കെ, നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ. നെക്സ്റ്റ് ദ ടേം ഇൻഡസ്ട്രിയൽ റിലേഷൻ ഈസ്, നമ്മൾ പറഞ്ഞു അല്ലെ, എംപ്ലോയി റിലേഷൻ നമ്മൾ എന്താണ് മറ്റു പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട് അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നറിയപ്പെടുന്നുണ്ട്, ലേബർ മാനേജ്മെന്റ് റിലേഷൻ എന്നറിയുന്നുണ്ട് അല്ലെ, ലേബർ റിലേഷൻ എന്നും പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ, അതായത് എംപ്ലോയി റിലേഷൻ നമുക്ക് ഇതാണ്, ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു വേർഡ്സ്, രണ്ട് വേർഡുകളിൽ നിന്നാണ് ഈ ഒരു വേർഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത്. അതില ഏതൊക്കെയാണ് ആ ഒരു രണ്ട് വേർഡ്? ഇൻഡസ്ട്രി ആൻഡ് റിലേഷൻ. ഇൻഡസ്ട്രി ആൻഡ് റിലേഷൻ എന്നുള്ള രണ്ട് വേർഡിൽ നിന്നാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത്. വെയർ ഇൻഡസ്ട്രി, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യം അല്ലെ, വ്യവസായം അല്ലെ, ആണോ? വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താ? വ്യവസായം ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസോ കൂടി ഉൾക്കൊള്ളുന്ന അവരുടെ പ്രവർത്തനങ്ങളെയല്ലേ നമ്മൾ വ്യവസായം എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് ആവാം, പ്രൊഡക്ഷൻ ആവാം, കച്ചവടം അല്ലേ, ആണോ? ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെ, ഇൻഡിവിജ്വൽസ് ഉൾക്കൊള്ളുന്ന എന്താണ് ഫലപ്രദവും ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് അല്ലെ നമ്മൾ എന്ത് പറയുന്നത്? വാണിജ്യം, വ്യവസായം, കച്ചവടം എന്ന് പറയുന്നത് അല്ലെ. ആണോ? അവരെന്താണ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ വ്യവസായത്തില്, കച്ചവടത്തില് അല്ലെ? വാങ്ങലുണ്ട്, വിൽക്കല് നടത്തുന്നുണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട് അല്ലേ? എന്താണ്? ആണോ? മനസ്സിലായില്ലേ? നമ്മ കച്ചവടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യവസായം എന്ന് പറയുന്നത് എന്താണ്? കുറെ പ്രവർത്തനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് അല്ലെ, ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തുന്നതല്ലേ. അതാരാണ്? ഒന്നില്ലെങ്കിൽ ഒരു വ്യക്തി, എംപ്ലോയർ, തൊഴിലുടമ മാത്രം നടത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെ, എന്താണ് ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടി നടത്തുന്ന സംരംഭത്തിനല്ലേ നമ്മ പറയുന്നത് വാണിജ്യം എന്ന്. പറയേ, ആണോ? എല്ലാവരും മറുപടി വരാം. ആണ് അല്ലേ? അപ്പൊ എന്താണ് അതില്? അപ്പൊ എന്താണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? എന്താണ് ഇൻഡസ്ട്രി?
denotes a fruitful and creative activity that involves individuals or group of people. എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു വ്യക്തികളോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വ്യക്തികളോ ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഒരു കൂട്ടം അല്ലെ ആളുകളുടെ കൂട്ടത്തെയോ ഉൾക്കൊള്ളുന്ന ഫലപ്രദവും ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലെ. ഈ വ്യവസായത്തിൽ എന്താണ് ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തുന്നില്ലേ? പ്രൊഡക്ഷൻ ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്, സപ്ലൈ ഉണ്ട് അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അവർ പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലെ, കണക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ളതും ഫലപ്രദമായിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻ ബന്ധത്തെയാണ് അല്ലെ, അല്ലെ. റിലേഷൻ എന്ന് പറയുന്നത് ബന്ധത്തെയാണ്. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? ഇപ്പൊ എംപ്ലോയറും എംപ്ലോയിയും മാത്രമുള്ള ഒരു റിലേഷൻ ആണോ ഇൻഡസ്ട്രിയിൽ വരുന്നത്, ഒരു വ്യവസായത്തിൽ വരുന്നത്? ആണോ? ആണോ? അല്ല. എന്താണ്? എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുണ്ട് റിലേഷൻ അല്ലെ. അതേപോലെ എംപ്ലോയീസും തമ്മിലുണ്ട് റിലേഷൻ ഉണ്ടോ? ലേബർ യൂണിയനും മാനേജ്മെന്റും തമ്മിലുണ്ട് റിലേഷൻ അല്ലെ. ഓർഗനൈസേഷനും സൊസൈറ്റിയും തമ്മിലുണ്ട് റിലേഷൻ കേട്ടോ. അതേപോലെ എന്താണ്? നമ്മുടെ മാനേജ്മെന്റും എംപ്ലോയിയും തമ്മിലുണ്ട് അല്ലെ ഒരു റിലേഷൻ അല്ലെ. മാനേജ്മെന്റും എംപ്ലോയിയും തമ്മിലുണ്ട് റിലേഷൻ അല്ലെ. അപ്പൊ നമ്മൾ റിലേഷൻസ് ഡിനോട്ട് ചെയ്യുന്നത്, റിലേഷൻസ് സൂചിപ്പിക്കുന്നത് എന്താണ്? അസോസിയേഷൻ ബിറ്റ്വീൻ അല്ലെ, ബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളാണ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം. എംപ്ലോയി ആൻഡ് എംപ്ലോയി, തൊഴിലാളികൾ പരസ്പരമുള്ള റിലേഷൻ അല്ലെ. ലേബർ യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻ. ഓർഗനൈസേഷനും സൊസൈറ്റിയും അല്ലെ, ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റി. കൂടാതെ എന്താണ്? നമ്മുടെ എംപ്ലോയിയും മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബന്ധങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആയോ? ഇൻഡസ്ട്രി ഉണ്ടായിരിക്കുന്നത് രണ്ട് വേർഡ്സുകളിൽ നിന്നാണ് അല്ലെ. ഇൻഡസ്ട്രിയിൽ നിന്നും റിലേഷനിൽ നിന്നും. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെയോ ഫലപ്രദവും ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെ, സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുന്നതിനെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അസോസിയേഷൻ അല്ലെ, ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? എംപ്ലോയറും എംപ്ലോയിയും അല്ലെ, തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം, തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം, ഓർഗനൈസേഷനും സൊസൈറ്റിയും തമ്മിലുള്ള, മാനേജ്മെന്റും ലേബർ യൂണിയനും തമ്മിലുള്ള ബന്ധം അല്ലെ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബന്ധങ്ങളെ ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, which exist in the industry അല്ലെ. ഈ ഒരു ബന്ധം നമ്മുടെ വ്യവസായത്തില് നിലനിൽക്കുന്നതാണ് അല്ലെ. ഈ ഒരു റിലേഷൻസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആവശ്യമായിട്ടുള്ളതല്ലേ. എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻ, എംപ്ലോയും തമ്മിലുള്ള റിലേഷൻ, മാനേജ്മെന്റും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻ, ഓർഗനൈസേഷൻ സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഇത് നമ്മുടെ വ്യവസായത്തിൽ ആവശ്യമുള്ളതാണോ? ആണോ? അല്ലെ. ഇത് വ്യവസായത്തില് നിലനിൽക്കുന്ന അല്ലെ, എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബന്ധമാണ്. നെക്സ്റ്റ്, therefore industrial relation is the relationship between the employees and management, which is direct or indirect result of union employer relationship അല്ലെ. അതിനാല് ഈ ഒരു ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വ്യവസായിക ബന്ധം, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് ജീവനക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധമാണ് അല്ലെ. പറഞ്ഞ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ബന്ധമാണ് അല്ലെ. ആണോ? എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്?
അതിനാല് വ്യവസായിക ബന്ധം എന്നത് എന്താണ്? നമ്മുടെ ജീവനക്കാരന് എംപ്ലോയീസും അവിടുത്തെ മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ബന്ധമാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? വിച്ച് ഈസ് എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് റിസൾട്ട് ഓഫ് യൂണിയൻ എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഇതെന്താണ്? ഡയറക്റ്റ് ആയിട്ട് അല്ലെ, നേരിട്ടോ അല്ലാതെയോ ഇത് എന്തിനു സഹായിക്കുന്നുണ്ടെന്ന്? യൂണിയൻ തൊഴിലുടമ ബന്ധത്തിന് ഫലപ്രദമാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ നല്ല രീതിയിൽ മാത്രമാണെങ്കിലാണ് അല്ലെ ആ ഒരു വ്യവസായം സക്സസിലേക്ക് നയിക്കുള്ളൂ. ആണോ? അല്ല, നമ്മുടെ എംപ്ലോയീസ് നമുക്ക് കാര്യക്ഷമമായിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്താല് അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് ഒരു നല്ല റിലേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലെ ആ ഒരു വാണിജ്യം അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി സക്സസിലേക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നമ്മുടെ എംപ്ലോയീസ് ആരും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവിടെ എന്തുവരും? ഒരുപാട് ട്രേഡ് യൂണിയൻസ് പ്രത്യക്ഷപ്പെടും, ഒരുപാട് സ്ട്രൈക്കുകൾ അല്ലെ, സമരങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് വേണം? നമ്മുടെ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ എന്ത് വേണം? നല്ലൊരു റിലേഷൻ വേണം അല്ലെ. എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്? മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ഒരു ബന്ധമാണ് അല്ലെ. ഇത് യൂണിയൻ തൊഴിലുടമ ബന്ധത്തിന്റെ അല്ലെ, നമ്മുടെ യൂണിയൻ എംപ്ലോയർ റിലേഷൻഷിപ്പിന്റെ, നമ്മുടെ യൂണിയൻ തൊഴിലുടമ ബന്ധത്തിന്റെ നേരിട്ടോ പരോക്ഷമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ഫലമാണ് നൽകുന്നത്. ഓക്കെയാണോ? അതായത് ഇവര് തമ്മിൽ നല്ലൊരു റിലേഷനിൽ മാത്രമാണെങ്കിലാണ് അല്ലെ അവിടെ സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒരു പകുതിക്ക് വെച്ച് നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രി കൂട്ടിയിടേണ്ട അവസ്ഥ വരും അല്ലേ. കണ്ടിട്ടില്ലേ ഇതൊക്കെ? ഇവര് സ്ട്രൈക്ക് ചെയ്യാണ്, സമരങ്ങളും ഒക്കെ എടുക്കുമ്പോഴല്ലേ നമുക്ക് പിന്നെ ചിലപ്പോ ആ ഒരു വ്യവസായം തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ യൂണിയൻ തൊഴിലുടമ ബന്ധത്തിന്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ടുള്ള ഒരു ഫലമാണ് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ കൊണ്ട് വരുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് industrial relations can be understood in both narrow as well as wide sense അല്ലെ. നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷനെ നമുക്ക് നാരോ സെൻസിലും നമുക്ക് വൈഡ് സെൻസിലും മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെ. നമുക്ക് നാരോ സെൻസിലും പറയാം, ഇടുങ്ങിയ രീതിയിലും വിശാലമായ വൈഡ് റേഞ്ചിലും പറയാം. ഇൻ ദ നാരോ സെൻസ്, അതായത് ഇടുങ്ങിയ ഇതിൽ പറയുകയാണെങ്കിൽ, അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? Industrial relations talk about every sort of association between all members of an organization, such as between employees, employer, unions and workers. എന്താണ്? ഒരു സ്ഥാപനത്തിന്റെ എല്ലാ അംഗങ്ങളും തമ്മിലുള്ള അല്ലെ, എല്ലാ മെമ്പേഴ്സും തമ്മിലുള്ള ഒരു എല്ലാത്തരം ബന്ധങ്ങളെയും നമ്മൾ എന്തിൽ ഉൾക്കൊള്ളുന്നു? ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു അല്ലെ. അപ്പൊ ഈ അംഗങ്ങൾ ആരൊക്കെയാണ്? എംപ്ലോയീസ് അല്ലെ, എംപ്ലോയർ, യൂണിയൻസ്, വർക്കേഴ്സ് അല്ലെ, ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ടോ? മാനേജ്മെന്റ് അല്ലെ, ഉണ്ടോ? ഇല്ല. അപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാല് ഇടുങ്ങിയ രീതിയിൽ നമ്മുടെ നാരോ സെൻസിൽ എന്ത് പറയാം? നമ്മുടെ ഇൻഡസ്ട്രിയിലെ എല്ലാത്തരം അല്ലെ, എല്ലാ അംഗങ്ങളെയും നിലനിൽക്കുന്ന അല്ലെ, എല്ലാ അംഗങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന എല്ലാത്തരം ബന്ധങ്ങളെയും നമുക്ക് എന്ത് പറയാം? ഇൻഡസ്ട്രിയൽ റിലേഷനിൽ പറയാം അല്ലെ. അപ്പൊ ഇതിലുള്ള അംഗങ്ങള് എംപ്ലോയീസ്, എംപ്ലോയേഴ്സ്, യൂണിയൻസ്, മാനേജ്മെന്റ്, വർക്കേഴ്സ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ അംഗങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന എല്ലാത്തരം ബന്ധങ്ങളെയും നമുക്ക് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ പറയാം. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് this concept is basically used in India and Britain. നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നുള്ള ആശയം എവിടെയൊക്കെയാണ് നിലനിൽക്കുന്നത്? ബേസിക്കലി ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലും
ബ്രിട്ടനിലുമാണ്. ഇൻ ദ വൈഡർ സെൻസ് നമുക്ക് വിശാലമായ രീതിയിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് എന്ത് പറയാം? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ടോക്ക് അബൌട്ട് ഓൾ ഫോംസ് ഓഫ് അസോസിയേഷൻ that the organization forms with the different segment of the society which come in its contact. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന എല്ലാത്തരം ബന്ധങ്ങളെയും അല്ലെ ഇവിടെ വൈഡർ സെൻസിൽ എന്താ പറയുന്നത്? സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായിട്ട് അല്ലെ ഡിഫറെന്റ് സെഗ്മെന്റ്സ്, വിവിധ വിഭാഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന സംഘടന രൂപീകരിക്കുന്ന എല്ലാ തരം അസോസിയേഷനുകളും ഉൾക്കൊള്ളുന്നു. നമുക്കറിയാം ഒരു ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ എംപ്ലോയേഴ്സിന്റെ അസോസിയേഷൻ ഉണ്ട് അല്ലെ, ഉണ്ടോ? എംപ്ലോയീസിന്റെ അസോസിയേഷൻ വരുന്നുണ്ട്, ട്രേഡ് യൂണിയൻസ് വരുന്നുണ്ട് അല്ലെ, ഡിഫറെന്റ് എന്താണ് പാർട്ടികൾ ഉൾക്കൊള്ളുന്ന ട്രേഡ് യൂണിയൻസ് ഉണ്ട്, ഉണ്ടോ? അപ്പൊ എന്താണ്? സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന സംഘടന, ഓർഗനൈസേഷൻ രൂപീകരിക്കുന്ന എല്ലാ അസോസിയേഷൻസും നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു. അതായത് വർക്കേഴ്സിന്റെ യൂണിയൻസ് അസോസിയേഷൻസ്, എംപ്ലോയേഴ്സിന്റെ അസോസിയേഷൻസ്, ട്രേഡ് യൂണിയൻസ് അല്ലെ, അങ്ങനെയുള്ള എല്ലാ തരം അസോസിയേഷൻസും ഉൾപ്പെടുന്ന ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് വൈഡർ സെൻസിൽ പറയാം. ഓക്കെയാണോ? നമുക്ക് മറ്റേ നാരോ സെൻസിൽ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ഒരു വ്യവസായിക മേഖലയെ അല്ലെ, ആ ഒരു വ്യവസായത്തിൽ ഉൾക്കൊള്ളുന്ന പല കാറ്റഗറിയിലും പെടുന്ന അല്ലെ, പല വിഭാഗത്തിലും പെടുന്ന അംഗങ്ങൾ തമ്മിലുള്ള വ്യത്യസ്ത ബന്ധങ്ങളെയാണ് അല്ലെ, അവര് തമ്മിലുള്ള ആ ഒരു റിലേഷനെയാണ് നാരോ സെൻസിൽ പറഞ്ഞത്. ഇതിൽ പറയുമ്പോ അംഗങ്ങൾക്ക് പകരം ആരായി? അസോസിയേഷൻസ് ആയി അല്ലെ, സംഘടനകളായി ആയോ? വൈഡർ സെൻസിലാകുമ്പോൾ മനസ്സിലായില്ലേ? എന്താണ്? സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അല്ലെ, സൊസൈറ്റിയിൽ നമുക്കറിയാം സൊസൈറ്റിയിൽ ആരൊക്കെയുണ്ട്? മുന്നിലെത്തുന്നതും എംപ്ലോയേഴ്സും എംപ്ലോയീസ് ഒക്കെ ഉണ്ടോ? ബിസിനസ് നടത്തുന്നവരുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, പിന്നെന്താണ് പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അല്ലെ, ഉണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു ഗ്രൂപ്പ് അസോസിയേഷൻസിനെ നമുക്ക് എന്ത് പറയാം? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയാം. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന എല്ലാത്തരം അസോസിയേഷൻസും നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറച്ച് ഡെഫിനിഷൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് പറയുന്നത് അക്കോർഡിംഗ് ടു ദി ILO. ILO എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അപ്പൊ നോക്കിയേ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, നിർവചനം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കിയേ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് deal with either the relationship between the state and the employers and workers organization or the relation between the occupational organization themselves. എന്താണ്? വ്യവസായിക ബന്ധങ്ങൾ അല്ലെ, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് സംസ്ഥാനവും തൊഴിലുടമകളും തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള ബന്ധത്തെയോ, ആരൊക്കെ തമ്മിലുള്ള, ഏത് സംഘടനകളൊക്കെ തമ്മിലുള്ള ബന്ധം? വ്യവസായിക ബന്ധങ്ങള് സംസ്ഥാനവും തൊഴിലുടമകളും തൊഴിലാളികളുടെയും മിസ് പറഞ്ഞത് മാറിപ്പോയി. തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള ബന്ധത്തെയോ അല്ലെങ്കിൽ ഓർ the relation between the occupational organization themselves അല്ലെ, അല്ലെങ്കിൽ തൊഴിൽ സംഘടനകൾ തമ്മിലുള്ള ബന്ധത്തെയോ കൈകാര്യം ചെയ്യുന്നു.
ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനവും തൊഴിലുടമകളും തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള ബന്ധത്തെയോ, ഇവിടെ നോക്കുക, സംസ്ഥാനവും തൊഴിലുടമകളും തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള ബന്ധത്തെയോ അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾ തമ്മിലുള്ള ബന്ധത്തെയോ ഉൾക്കൊള്ളുന്നു. നമുക്ക് വ്യത്യസ്ത തൊഴിലാളി സംഘടനകൾ, തൊഴിൽ സംഘടനകൾ ഉണ്ട് അല്ലെ, സോറി തൊഴിലാളി അല്ല, ഒക്യുപ്പേഷണൽ ഓർഗനൈസേഷൻ, തൊഴിൽ സംഘടനകളിലെ പലതരത്തിലുള്ള ഉണ്ടോ, ഓരോ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് എന്താണ് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് സംഘടനകൾ ഉണ്ട് അല്ലെ, ടീച്ചേഴ്സ് അസോസിയേഷൻ, ഡോക്ടേഴ്സ് അസോസിയേഷൻ, കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനവും തൊഴിലുടമകളും തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള ബന്ധത്തെയോ അതല്ലെങ്കിൽ എന്താണ് തൊഴിൽ സംഘടനകൾ തമ്മിലുള്ള ബന്ധത്തെയോ കൈകാര്യം ചെയ്യുന്നു. ഓക്കെയാണോ? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നതാണ് എന്താ, ആരൊക്കെ തമ്മില്, നമ്മുടെ സംസ്ഥാനവും തൊഴിലുടമകളും തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള ബന്ധത്തെയോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തൊഴിൽ സംഘടനകൾ, ഓരോ തൊഴിലുമായി ബന്ധപ്പെട്ട സംഘടനകൾ തമ്മിലുള്ള ബന്ധത്തെയോ ഉൾക്കൊള്ളുന്നു, കൈകാര്യം ചെയ്യുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ്, പ്രൊഫസർ ക്ലഗ്. അക്കോർഡിംഗ് ടു പ്രൊഫസർ ക്ലഗ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇൻഡസ്ട്രിയൽ റിലേഷൻ encompasses the rules governing employment together with the ways in which the rules are made and changed and their interpretation and administration. എന്താണ് നമ്മുടെ തൊഴിൽ നിയമങ്ങൾ അല്ലേ, നമ്മുടെ തൊഴിലുകൾക്ക് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടോ, നമ്മൾ ഓരോ തൊഴിലുകൾ ചെയ്യുമ്പോഴും നിയമങ്ങൾ ഉണ്ട് അല്ലേ, അതിനനുസരിച്ചല്ലേ. അപ്പൊ ആ എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നത് എന്താണ്, തൊഴിൽ നിയമങ്ങൾ. പിന്നെന്താണ് നമ്മ ആ ഒരു തൊഴിൽ നിയമങ്ങൾ എന്ത് ചെയ്യണം, നിർമ്മിക്കുകയും ഇപ്പൊ പുതിയ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മ അതിൽ ചേഞ്ചസ് കൊണ്ടുവരണം അല്ലേ, വേണോ അല്ലേ? അപ്പൊ എന്താണ് തൊഴിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും മാറ്റുന്നതും കൂടാതെ ഈ തൊഴിൽ നിയമങ്ങളുടെ വ്യാഖ്യാനം, ഇന്റർപ്രിട്ടേഷൻ വേണം അല്ലെ. നമ്മുടെ ഓരോ തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിവ് കൊടുക്കണോ, തൊഴിലാളികൾക്ക്, തൊഴിലുടമകൾക്ക് അറിവ് കൊടുക്കണോ ആ തൊഴിൽ നിയമങ്ങളെ കുറിച്ച്? ഇങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ അല്ലെ, സാലറിയുമായി, വേജസുമായി ബന്ധപ്പെട്ട, സമയവുമായി ബന്ധപ്പെട്ട് അല്ലെ, ബെനഫിറ്റ്സുകളുമായി ബന്ധപ്പെട്ട് അല്ലെ നിയമങ്ങളുണ്ടോ? അവിടത്തെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെയുള്ള അറിവ് അവർക്കും കൂടി കൊടുക്കണ്ടേ, തൊഴിലാളികൾക്കും തൊഴിൽ സംഘടനകൾക്കും തൊഴിലുടമകൾക്കും കൊടുക്കണം അല്ലെ. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള തൊഴിൽ നിയമങ്ങൾ ഇങ്ങനെ ഈ എംപ്ലോയീസ് റൂൾസ്, നമ്മുടെ റൂൾസുകള് നിർമ്മിക്കുന്നതിനും അത് മാറ്റുകയും ചെയ്യുക, കൂടാതെ ഈ തൊഴിൽ നിയമങ്ങളുടെ വ്യാഖ്യാനവും അതിന്റെ ഭരണവും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു. ഓക്കെയാണോ? ഇവയെ കുറിച്ചുള്ള, ഈ തൊഴിൽ നിയമങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങള് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു. ഓക്കെയാണോ? കൺഫ്യൂഷൻസ് ആവുന്നുണ്ടോ? ഒന്നുകൂടി പറയാം. എന്താണ്, നമുക്ക് ഒരുപാട് തൊഴിൽ നിയമങ്ങൾ ഉണ്ട് അല്ലെ. ആ തൊഴിൽ നിയമങ്ങളെ കുറിച്ചും അവ എങ്ങനെ നിർമ്മിക്കുന്നു എന്നും അല്ലെ, അതെന്താണ് ഓരോ വിഭാഗത്തിലും എല്ലായിടത്തും ഒരേപോലെയുള്ള നിയമങ്ങളാണോ? തൊഴിലാളികളെ കുറിച്ച്, തൊഴിലുടമകളെ കുറിച്ച്, ഓർഗനൈസേഷനെ കുറിച്ച് അല്ലെ, വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അപ്പൊ അവ എങ്ങനെ നിർമ്മിക്കുന്നു എന്നും അവത്തിന് വരുന്ന ചേഞ്ചസിലെ മാറ്റങ്ങളെ കുറിച്ചും കൂടാതെ അവയെ കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻസ് വ്യാഖ്യാനങ്ങളെ കുറിച്ചും അവ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെ കുറിച്ചും നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നു. ഓക്കെയാണോ?
രണ്ട് ഇതും ഓക്കെയാണോ? ഡെഫിനിഷൻസ് ഓക്കെയാണോ? ILOന്റെയും ക്ലബിന്റെയും മാറിപ്പോവില്ലല്ലോ. ILO പറയുന്നത് എന്താണ്? പരസ്പരമുള്ള ഒരു റിലേഷൻ ആണ് അല്ലെ. നമ്മുടെ സംസ്ഥാനവും തൊഴിലുടമകളും തൊഴിലാളി സംഘടനകളും തൊഴിൽ സംഘടനകളും തമ്മിലുള്ള ബന്ധമാണ് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ ഉൾക്കൊള്ളുന്നത് എന്നാണ് ILO പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രൊഫസർ ക്ലർഗ് പറയുന്നത് എന്താണ്? തൊഴിലാളി ഇൻഡസ്ട്രിയൽ റിലേഷൻസില വ്യാവസായിക ബന്ധത്തിൽ എന്താണ് ഉൾപ്പെടുന്നത്? നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെ തൊഴിൽ നിയമങ്ങളെ കുറിച്ചും അവ എങ്ങനെ നിർമ്മിക്കുന്നു എന്നും അവയെ എങ്ങനെയാണ് മാറ്റുന്നത് എന്നും അല്ലെ ഈ നിയമങ്ങളെ കുറിച്ചുള്ള വ്യാഖ്യാനവും അവയുടെ ഇന്റർപ്രിട്ടേഷൻസുമാണ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഭരണവുമാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നത്. അത് രണ്ടോക്കെയായോ? ഡെഫിനേഷൻസ് ഉണ്ട് കേട്ടോ, 4 ഡെഫിനേഷൻസ് ഉണ്ട്. മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയട്ടെ മിസ്, ഓക്കെയായോ? പഠിച്ചോ? നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഡെയ്ലി ഓതർ. ഡെയ്ലി ഓതർ എന്താ പറയുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് or among employees and their organization that characterize and grow out of employment. നമ്മുടെ എംപ്ലോയ്മെന്റ് തൊഴിലിന്റെ എന്താണ് സവിശേഷതയും വളർച്ചയും തീരുമാനം ഗ്രോ ഔട്ട് വളർച്ചയും ആ ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുന്ന തൊഴിലിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകളും തീരുമാനിക്കുന്നത് ആരാ തീരുമാനിക്കുന്നത്? നമ്മൾ തന്നെയാണ്. എംപ്ലോയീസ് അല്ലേ? ആണോ? അല്ലെ? ഫീച്ചേഴ്സും ഗ്രോ ഔട്ട് നമ്മൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമല്ലേ ആ ഒരു എംപ്ലോയീസ് ശരിയായ രീതിയിൽ എഫിഷ്യന്റ് ആയ രീതിയിൽ അല്ലെങ്കിൽ നല്ല സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമല്ലേ അവിടെ സക്സസ് ഉണ്ടാവുള്ളൂ, ഗ്രോ ഔട്ട് ഉണ്ടാവുള്ളൂ, വളർച്ച ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ അതിന്റെ ആ ഒരു ഗ്രോത്ത് തീരുമാനിക്കുന്നത് ആരാ? നമ്മുടെ എംപ്ലോയീസ് ആണ് അല്ലെ? ഫീച്ചേഴ്സും നമ്മൾ ചെയ്യുന്ന വർക്ക് പോലെ ഇരിക്കും അല്ലേ അതിന്റെ ഫീച്ചറും ആണോ? ആണ് അല്ലെ? അപ്പൊ ഡെയ്ലി ഓതർ പറയുന്നത് മാനേജ്മെന്റും ജീവനക്കാരും തമ്മിലുള്ള ബന്ധമാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അല്ലെങ്കിൽ ഒരു തൊഴിലിന്റെ സവിശേഷതകളും വളർച്ചകളും സൃഷ്ടിക്കുന്ന അല്ലെ വളർച്ചകളും നിശ്ചയിക്കുന്ന ജീവനക്കാരും അവരുടെ സ്ഥാപനവും തമ്മിലുള്ള ബന്ധമാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഒന്നുകൂടെ പറയാം, അവിടുത്തെ 2 രീതിയിൽ പറഞ്ഞിരിക്കുന്നു കേട്ടോ. എന്താണ് ഒരു എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്? അവിടുത്തെ മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം. അതല്ലെങ്കിൽ എന്ത് പറയാം? ആ ഒരു തൊഴിലിന്റെ വളർച്ച തീരുമാനിക്കുന്ന അല്ലെ ഗ്രോ ഔട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് തീരുമാനിക്കുന്ന ആ ഒരു തൊഴിലാളിയും ഓർഗനൈസേഷനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെയാണോ? ആ ഒരു ഓർഗനൈസേഷനും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും തമ്മിലുള്ള ബന്ധം. അതല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ബന്ധമാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നാണ് അക്കോർഡിംഗ് ടു ഡെയ്ലി ഓതർ പറയുന്നത്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് അക്കോർഡിംഗ് ടു പ്രൊഫസർ ഡെൻലോപ്പ് അല്ലെ? ഡെൻലോപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്? Industrial relations may be defined as a complex of interrelation among workers, managers, and government. Government അല്ലെ? എന്താണ്? നമ്മുടെ തൊഴിലാളികള്, മാനേജർമാര് അല്ലെ? മാനേജേഴ്സ്, ഗവൺമെന്റ് എന്നിവ തമ്മിലുള്ള ഇന്റർ റിലേഷൻസ് അല്ലെ? പരസ്പര ബന്ധങ്ങളുടെ സങ്കീർണതയാണ് എന്താണ് നമുക്ക് വ്യവസായിക ബന്ധങ്ങളായി നിർവചിക്കാം അല്ലെ? എന്താരെയാണ്? തൊഴിലാളികളും മാനേജർമാരും ഗവൺമെന്റും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളുടെ സങ്കീർണതയായിട്ട് അല്ലെ? കോംപ്ലക്സിറ്റി, കോംപ്ലക്സ് ആയിട്ട് നമുക്ക് എന്തിനെ
നിർവചിക്കാമെന്ന്? ഇൻഡസ്ട്രിയൽ റിലേഷനെ നിർവചിക്കാം. ഓക്കെ ആണോ? നമ്മുടെ വർക്കേഴ്സും മാനേജേഴ്സും ഗവൺമെന്റും അല്ലെ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളുടെ സങ്കീർണതയായിട്ട് നമുക്കറിയാം. ഈ വർക്കേഴ്സും മാനേജറും ഗവൺമെന്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, ഇന്റർ റിലേഷൻ എന്ന് പറഞ്ഞത് ഈസി ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കോ? നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്നതായിരിക്കോ? അല്ല അല്ലേ? കൂടുതൽ സങ്കീർണതയുള്ളതാണ് അല്ലേ? കോംപ്ലക്സിറ്റി ഉള്ളതല്ലേ? സങ്കീർണതയുള്ളതല്ലേ? അപ്പൊ അങ്ങനെ പരസ്പര ബന്ധങ്ങളുടെ സങ്കീർണതയെ നമുക്ക് എന്ത് പറയാം? വ്യവസായിക ബന്ധങ്ങളായി നിർവചിക്കാം. ഓക്കെയാണോ? ഡെഫിനിഷൻസ് കേട്ട് ബോറടിച്ചോ? എല്ലാം ഓക്കെ ആയോ? 4 ഡെഫിനിഷൻസ് ഓക്കെ ആണോ? 4 ഡെഫിനിഷൻസ് ഓക്കെ ആണോ എല്ലാവർക്കും? 4 ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. നാലാമത്തെ ഒന്നുകൂടെ പറയണം. ഓക്കെ, നാലാമത്തെ ഒന്നുകൂടെ പറയാം. നമ്മുടെ പ്രൊഫസർ ഡൺലോപ്പ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വർക്കേഴ്സ് അല്ലെ, തൊഴിലാളികളും അവിടുത്തെ മാനേജറും ഗവൺമെന്റും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളുടെ ഒരു സങ്കീർണതയായിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനെ ഡൺലോപ്പ് നിർവചിക്കുന്നത്. നമുക്കറിയാം, നമ്മളോട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മാനേജേഴ്സും നമ്മളെ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞത് ഈസി ആയിട്ടുള്ളതാണോ? അവിടുത്തെ ഗവൺമെന്റ്, അവിടുത്തെ ഭരണം നടത്തുന്ന ആളുകള്, ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് ഉള്ള ആളുകളും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റോ? ആ ഒരു റിലേഷൻ എളുപ്പത്തിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റോ? രണ്ടു കൂട്ടരുടെ ഭാഗത്തും ഒരുപാട് ആറ്റിറ്റ്യൂഡുകളും ഒരുപാട് മനോഭാവങ്ങളും ഒരുപാട് വ്യൂ പോയിന്റ്സുകളും ഒക്കെ ഉണ്ട് അല്ലെ? ഇതെല്ലാം നമുക്ക് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റോ? ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അല്ലെ? എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും തർക്കങ്ങളും ബുദ്ധിമുട്ടുകളും വരാലോ അല്ലേ? ചിലപ്പോ വേജസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിംഗ് അവേഴ്സിനെ കുറിച്ചായിരിക്കാം അല്ലേ? അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ റൂൾസുകളെ കുറിച്ചായിരിക്കാം അല്ലേ? പല തർക്കങ്ങളും വരാം. അപ്പൊ അവ തമ്മിലുള്ള റിലേഷന്റെ ബന്ധങ്ങളുടെ സങ്കീർണതയെ നമുക്ക് എന്ത് പറയാം? വ്യവസായിക ബന്ധങ്ങളായി നിർവചിക്കാമെന്നാണ് പ്രൊഫസർ ഡൺലോപ്പ് പറയുന്നത്. ഓക്കെ ആണോ സ്മിത? ഫോർത്ത് ഓക്കെ ആയോ? വായിച്ചു നോക്കണോ? ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കണോ? ഒന്ന് വായിച്ചു നോക്കിയാൽ എന്നിട്ട് മിസ് നെക്സ്റ്റ് എടുക്കാം. ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയേ പെട്ടെന്ന്, എന്നിട്ട് മിസ് നെക്സ്റ്റ് എടുക്കാം. നേച്ചർ ഓഫ് എംപ്ലോയി റിലേഷൻ എടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് വായിച്ചിട്ട് മിസ് എടുക്കാം. വായിച്ചോ? എടുക്കട്ടെ മിസ്. നേച്ചർ ഓഫ് എംപ്ലോയി റിലേഷൻ അല്ലെ? എംപ്ലോയി റിലേഷന് ഒന്നാമത്തെ ഫസ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്ന ഡെഫിനിഷൻ ആണ്. അതിൽ പറയുന്നത് വ്യവസായിക ബന്ധങ്ങൾ, അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനവും തൊഴിലുടമകളും തൊഴിലാളി സംഘടനകളും തൊഴിൽ സംഘടനകളും തമ്മിലുള്ള ബന്ധത്തെയാണ് അല്ലെ? അവർ തമ്മിലുള്ള ബന്ധങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് നിർവചിക്കുന്നത്. നമുക്കറിയാം, ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? പല ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ? തൊഴിലുടമകളുണ്ട്, നമ്മുടെ സംസ്ഥാനമുണ്ട് അല്ലെ? തൊഴിലാളി സംഘടനകളുണ്ട് അല്ലെ?
തൊഴിൽ സംഘടനകളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സംഘടനകളെയും എല്ലാ വ്യക്തികളെയും എല്ലാ ആളുകളെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു റിലേഷനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് ILO നിർവചിക്കുന്നു. രണ്ടാമത്തത് ക്ലഗ് പറയുന്നത് എന്താണ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ എന്താണ് ഉൾക്കൊള്ളുന്നതെന്ന്. നമുക്ക് ഒരുപാട് തൊഴിൽ നിയമങ്ങളുണ്ട് അല്ലെ. എന്തിനെ കുറിച്ചൊക്കെയാണ് നിയമങ്ങൾ വരുന്നത്? ആ ഒരു തൊഴിലാളി ആ ഒരു തൊഴിൽ മേഖലയിൽ വരുന്ന തർക്കങ്ങൾ അല്ലെ, പ്രശ്നങ്ങളെ കുറിച്ച് നിയമങ്ങളുണ്ടോ? ഉണ്ടോ? സാലറിയെ കുറിച്ചുണ്ട് അല്ലെ. നമുക്ക് തൊഴിലുടമകൾ തരുന്ന സാലറിയെ കുറിച്ച് ഒരുപാട് റൂൾസ് ഉണ്ട് അല്ലെ. നമ്മുടെ ടൈമിങ്ങിനെ കുറിച്ച് റൂൾസ് ഉണ്ട് അല്ലെ. ഷിഫ്റ്റ് ടൈമിങ്ങിനെ കുറിച്ച് അല്ലെ, ഈവനിങ് നൈറ്റ് ബാച്ച് ഒക്കെ നമ്മൾ വർക്കിംഗ് ടൈമിനെ കുറിച്ചുണ്ട് അല്ലെ. പിന്നെ അതേപോലെ നമ്മുടെ എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സുകളെ കുറിച്ച് ഒരുപാട് റൂൾസ് ഇല്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് തൊഴിൽ നിയമങ്ങളും അവയുടെ എന്താണ് അവ നിർമ്മിക്കുന്നതിനെ കുറിച്ച് അല്ലെ, ആ തൊഴിൽ നിയമങ്ങള് നിർമ്മിക്കുന്നതിനും ഇപ്പൊ എന്താണ് നമുക്ക് ഓരോ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ആ തൊഴിൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണ്ടേ? കൊണ്ടുവരണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തൊഴിൽ നിയമങ്ങളിൽ മാറ്റുന്നതിനെ കുറിച്ചും ഈ തൊഴിൽ നിയമങ്ങളെ കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻസ് അല്ലെ, വ്യാഖ്യാനങ്ങള്. ഇതെന്താണ്, ഒരുപാട് നിയമങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ മാത്രം മതിയോ? അതെല്ലാവർക്കും മനസ്സിലാകണം അല്ലെ. തൊഴിലാളികൾക്ക്, തൊഴിലുടമകൾക്ക്, ഓർഗനൈസേഷനുകളൊക്കെ, അസോസിയേഷൻസിനൊക്കെ അറിയണ്ടേ? ഏനോ? അപ്പൊ ഇവയുടെ വ്യാഖ്യാനങ്ങൾ, ഈ തൊഴിൽ നിയമങ്ങളുടെ വ്യാഖ്യാനങ്ങളെ കുറിച്ചും അവയുടെ ഭരണം അല്ലെ, അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുമൊക്കെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ ഉൾക്കൊള്ളുന്നത് എന്നാണ് നമ്മുടെ പ്രൊഫസർ ക്ലഗ് പറയുന്നത്. ഓക്കെ ആയോ ഷബില? 4 ഡെഫിനിഷൻസ് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ. നേച്ചർ ഓഫ് എംപ്ലോയീസ് റിലേഷൻ അല്ലെ. നമ്മുടെ എംപ്ലോയി റിലേഷന്റെ നേച്ചർ എന്താണ്, സ്വഭാവം എന്താണ് അല്ലെ. ദ നേച്ചർ ഓഫ് എംപ്ലോയി റിലേഷൻസ് ഇൻക്ലൂഡ്സ്, നമ്മുടെ എംപ്ലോയി റിലേഷനിൽ ഉൾപ്പെടുന്ന 4 നേച്ചർ ആണ് പറയുന്നത്. ഫസ്റ്റത്തെ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് അല്ലെ. എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെ, സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധമാണ് എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ് മിക്സ്ചർ ഓഫ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് അല്ലെ. നമ്മുടെ ഇൻഡസ്ട്രിയൽ മേഖലയില് നമ്മുടെ എംപ്ലോയീസുമായിട്ട് എന്താണ് ഒരു സഹകരണം ഉണ്ട് അല്ലെ, കോപ്പറേഷൻ ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ട് അല്ലെ. സംഘർഷമുണ്ടോ? അവരുടെ വർക്കിംഗ് ടൈമിനെ കുറിച്ച്, വേജസുകളെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സുകളെ കുറിച്ചൊക്കെ സംഘർഷങ്ങളുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് മിക്സ്ചർ ഓഫ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് അല്ലെ. ഈ എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നത് ആ തൊഴിൽ മേഖലയിൽ, ആ തൊഴിൽ ഇതിൽ വരുന്ന നമ്മുടെ തൊഴിലുടമയും തൊഴിലാളികളും മറ്റ് അസോസിയേഷനുകളിൽ വരുന്ന ഒരു കോപ്പറേഷൻ അല്ലെ, സഹകരണമുണ്ട്. അതേ സ്ഥാനത്ത് തന്നെ കോൺഫ്ലിക്റ്റുകളും നടക്കുന്നുണ്ട് അല്ലെ, തർക്കങ്ങളും ഉൾക്കൊള്ളുന്നു. അതിന്റെ രണ്ടിന്റെയും മിക്സ്ചർ ആണ് അല്ലെ, മിശ്രിതമാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇന്റർ ഡിസിപ്ലിനറി അല്ലെ. എന്താണ്, ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് ഏരിയാസുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ ഉണ്ടോ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ? ഉണ്ടോ? സൊസൈറ്റിയുമായിട്ടുണ്ട് ബന്ധം അല്ലെ, ഓർഗനൈസേഷനുമായിട്ടുണ്ട്, നമ്മുടെ മാനേജ്മെന്റുമായിട്ടുണ്ട് അല്ലെ, എംപ്ലോയീസും തമ്മിലുണ്ട് അല്ലെ, നിയമങ്ങളുമായിട്ടുണ്ട് ബന്ധം അല്ലെ. ലോസ് ഉണ്ടോ? ലോസ് വരുന്നുണ്ട് അല്ലെ, ഒരുപാട് ലോസ് ഉണ്ട്. സാമ്പത്തിക ശാസ്ത്രങ്ങളുണ്ട് അല്ലെ, എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, സൈക്കോളജി ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള എല്ലാ മേഖലകളും നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉൾക്കൊള്ളുന്നില്ലേ? ഇല്ല അല്ലെ. അപ്പൊ അതെന്താണ്, ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ആണ് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖല, ഒരു സെക്ഷൻ ആണ് അല്ലെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. സോഷ്യോളജി ഉണ്ട്, ലോസ് ഉണ്ട്, എക്കണോമിക് ഉണ്ട് അല്ലെ, സൈക്കോളജി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട് അല്ലെ. ആണോ?
ആലോചിച്ച് നോക്കിയുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉൾക്കൊള്ളുന്ന ഇവയൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ആണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് മൾട്ടി ഡൈമെൻഷണൽ നേച്ചർ അല്ലെ. എന്താണ്? ഓരോ രേഖയിലേക്കാണോ ഇത് സഞ്ചരിക്കുന്നത്? സെവറൽ ഫാക്ടേഴ്സ് അല്ലെ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ, എക്കണോമിക്കൽ, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എഫക്ട് ചെയ്യുന്നുണ്ടോ? ടെക്നോളജി വേണം അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്നോളജീസ് വേണം, എക്കണോമിക് വേണം അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് വേണം അല്ലെ. അപ്പൊ അതെന്താണ്? മൾട്ടി ഡൈമെൻഷണൽ നേച്ചർ ആണ് അല്ലെ. ാണോ? ബഹുമുഖ സ്വഭാവമുള്ളത് അല്ലെ. എന്താണ്? സ്ഥാപനപരം ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബേസ് ചെയ്തിട്ട് പിന്നെ സാമ്പത്തികപരമായിട്ടുള്ള അല്ലെ, എക്കണോമിക് ആയിട്ടുള്ള പിന്നെ എന്താണ്? സാമ്പത്തികമായിട്ടുള്ളത്, സാങ്കേതിക അല്ലെ, ടെക്നിക്കൽ ആയിട്ടുള്ള നിരവധി ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? മൾട്ടി ഡൈമെൻഷണൽ നേച്ചർ ആണ് അല്ലെ. അപ്പൊ 4 നേച്ചർ ആണ് പറയുന്നത്. എന്താണ്? ഫസ്റ്റ് ദാറ്റ് കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, മിക്സ്ചർ ഓഫ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, ഇന്റർഡിസിപ്ലിനറി, മൾട്ടി ഡൈമെൻഷണൽ നേച്ചർ. ഫസ്റ്റ് ഇത് നോക്കിയേ, കോംപ്ലക്സ് റിലേഷൻഷിപ്പ് അല്ലെ. അപ്പൊ നോക്കിയേ, ദ റിലേഷൻഷിപ്പ് ദാറ്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡെവലപ്പ് ബിറ്റ്വീൻ ആൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഈസ് നോട്ട് എ സിമ്പിൾ ആൻഡ് ഈസി വൺ അല്ലെ. ആണോ? ഒരു ജീവനക്കാരനും തൊഴിലുടമയും തമ്മിലുള്ള വ്യവസായിക ബന്ധങ്ങൾ എന്ന് പറയും, വ്യവസായിക ബന്ധങ്ങൾ വികസിപ്പിക്കുന്ന ബന്ധം എന്ന് പറയുന്നത് എളുപ്പവും ലളിതവുമായ ഒന്നല്ല അല്ലെ. ഈ ഒരു നമ്മുടെ ജീവനക്കാരനും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞത് ഈസി ആയിട്ടുള്ളതാണോ? ലളിതമായിട്ടുള്ളതാണോ? അല്ല അല്ലെ. കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണ് അല്ലെ, സങ്കീർണമായിട്ടുള്ളതാണ്. Next, it is relatively an art of living together to fulfill the common objective of production, productive, efficient, effectively, individual welfare and industrial growth. അല്ലെ. എന്താണ്? നമ്മുടെ ഉൽപാദനം, പിന്നെ എന്താണ്? പ്രൊഡക്റ്റീവ്, എഫക്റ്റീവ് അല്ലെ, ഫലപ്രദമായിട്ടുള്ള ഉൽപാദനക്ഷമത, ഇൻഡിവിജ്വൽസ് അല്ലെ, അവിടുത്തെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും വ്യക്തിഗത ക്ഷേമങ്ങൾ അല്ലെ, ഇൻഡിവിജ്വൽ വെൽഫെയർസ്, പിന്നെ എന്താണ്? ആ ഒരു ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് അല്ലെ, വളർച്ച വേണോ അല്ലെ. പിന്നെന്താണ്? ഈ വ്യവസായിക വളർച്ച എന്നീ ലക്ഷ്യങ്ങൾ, അങ്ങനെയുള്ള കോമൺ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്താണ്? നിറവേറ്റുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കലയാണ് അല്ലെ. നമ്മുടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ വർക്ക് ചെയ്യുന്നതല്ലേ അല്ലെ. അവരൊരുപോലെ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെ, ഈ കോമൺ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതാണോ? ഉൽപാദനം അല്ലെ, പ്രൊഡക്ഷൻ അല്ലെ, ഉൽപാദനം, പ്രൊഡക്റ്റീവ്, എഫിഷ്യന്റ് അല്ലെ, ഫലപ്രദമായിട്ടുള്ള ഉൽപാദനക്ഷമത, വ്യക്തിഗത ക്ഷേമം, നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് അല്ലെ, ആ ഒരു വ്യവസായിക വളർച്ച എന്നിങ്ങനെയുള്ള പൊതു ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, കോമൺ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരേപോലെ ജീവിക്കുന്നത് അല്ലെ, പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ. ആണോ? ഒരു കലയാണിത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് എന്ത് പറയാം? ആർട്ട് എന്ന് പറയാം അല്ലെ. റിലേറ്റീവ്ലി എൻ ആർട്ട് എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഒരു കല എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഓർഗനൈസേഷൻ ടു മെയിൻറ്റെയിൻ cordial industrial relations in order to build healthy behaviors, conducive working environment, easy working procedures, etc. അല്ലെ. ആരോഗ്യപരമായിട്ടുള്ള ഒരു എന്താണ്?
പെരുമാറ്റച്ചട്ടങ്ങള്. ബിൽഡ് ഹെൽത്തി ബിഹേവിയേഴ്സ് അല്ലെ, ആരോഗ്യപരമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങള്. കൺഡ്യൂസീവ് വർക്കിംഗ് എൻവിയോൺമെന്റ് അല്ലെ, എന്താണ്, അനുകൂലമായിട്ടുള്ള തൊഴിലന്തരീക്ഷം. പിന്നെ എന്താണ്, ഈസി വർക്കിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ, എന്താണ്, നമുക്ക് എളുപ്പമുള്ള പ്രവർത്തന നടപടിക്രമങ്ങള് തുടങ്ങിയവ കെട്ടിപ്പടുക്കുന്നതിന് സ്ഥാപനത്തിന് വ്യവസായിക ബന്ധങ്ങള് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. നമുക്ക് നല്ല ഒരു അന്തരീക്ഷം, തൊഴിലന്തരീക്ഷം അല്ലെ. പിന്നെന്താണ്, പെരുമാറ്റച്ചട്ടങ്ങള്, ആരോഗ്യപരമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആരോഗ്യപരമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങള്, നല്ലൊരു റിലേഷൻ അല്ലേ, ആണോ? രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ, നമ്മുടെ എംപ്ലോയറും എംപ്ലോയീസും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് വേണോ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അല്ലേ? അല്ലേ? അപ്പൊ എന്താണ്, നമ്മൾ ശരിയായ രീതിയിൽ ബിഹേവ് ചെയ്യണം അല്ലെ. അവരോട് എപ്പോഴും തട്ടിക്കയറാ, അവർ ആ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈഡ് ആകാത്ത രീതിയിൽ, നമുക്ക് പ്രാവർത്തികമാക്കാത്ത രീതിയിൽ വർക്ക് ചെയ്യുക അല്ലെ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണോ വേണ്ടത്? ഒത്തൊരുമ വേണം അല്ലെ. അപ്പൊ എന്താണ്, ആരോഗ്യപരമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങള്, അനുകൂലമായിട്ടുള്ള തൊഴിലന്തരീക്ഷം അല്ലെ. നമുക്ക് എപ്പോഴും നമുക്ക് എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹം, ഇഷ്ടം? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ലെ, പ്ലസന്റ് ആയിട്ടുള്ള അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അനുകൂലമായിട്ടുള്ള ആ ഒരു തൊഴിലന്തരീക്ഷം. പിന്നെന്താണ്, നമ്മുടെ നടപടിക്രമങ്ങള് നമുക്ക് ഈസിലി അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം അല്ലെ, എളുപ്പമുള്ള നടപടിക്രമങ്ങളായിരിക്കണം അല്ലെ, പക്ഷെ എഫിഷ്യന്റ് ആയിരിക്കണം അല്ലെ. പ്രൊസീജിയേഴ്സ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കണം, പക്ഷെ എഫിഷ്യന്റ് ആയിരിക്കണം അല്ലെ. അങ്ങനെയുള്ള നടപടിക്രമങ്ങള് തുടങ്ങിയവ നമുക്ക് നിർമ്മിക്കുന്നതിന്, കെട്ടിപ്പടുക്കുന്നതിന് വ്യവസായിക ബന്ധങ്ങൾ അവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് മിക്സ്ചർ ഓഫ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ ഓർഗനൈസേഷൻ, എംപ്ലോയർ, എംപ്ലോയി, മാനേജ്മെന്റുകൾ തമ്മിൽ ഒരു കോർപ്പറേഷൻ ഉണ്ട് അല്ലെ, ഒരു സഹകരണമുണ്ട്. അതേപോലെ തന്നെ അവർക്കിടയിൽ പല തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഒരു മിക്സ്ചർ ആണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഈസ് കൺസിഡേർഡ് ടു ബി ഫ്യൂഷൻ ഓഫ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് അല്ലെ. നമ്മ എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്? സഹകരണത്തിന്റെയും തർക്കങ്ങളുടെയും സമ്മിശ്രമായിട്ട് അല്ലെ, ഫ്യൂഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. Though the organization objectives is always to gain employees cooperation അല്ലെ. നമുക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് എങ്ങനെ മാത്രമാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ? എംപ്ലോയീസിന്റെ, തൊഴിലാളികളുടെ സഹകരണത്തോടെ മാത്രമല്ലേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ? തൊഴിലുടമ ഒറ്റക്ക് വിചാരിച്ചാൽ അത് സാധിക്കോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, തൊഴിലാളികളുടെ സഹകരണത്തോടെ മാത്രമാണ് നമുക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. Yet a degree of conflict is ever present അല്ലെ. എന്നിരുന്നാലും അവർക്കിടയിൽ ഒരു പരിധിവരെ സംഘർഷങ്ങൾ നിലനിൽക്കുന്നു അല്ലെ. ആണോ? കോൺഫ്ലിക്റ്റ് ഉണ്ടോ അവർക്കിടയിൽ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട് അല്ലെ. എന്നിരുന്നാലും അപ്പൊ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളെ നിറവേറ്റാനായിട്ട് എംപ്ലോയീസിന്റെ സഹകരണം വേണം. അപ്പൊ ആ ലക്ഷ്യങ്ങള് എംപ്ലോയീസിന്റെ സഹകരണത്തോടു കൂടി, കോർപ്പറേഷനോട് കൂടി അവർ നേടിയെടുത്തു എന്ന് വിചാരിച്ചാലും അവിടെ എന്താണ്, തർക്കങ്ങൾ നിലനിൽക്കുന്നു അല്ലെ. ദ റീസൺ ബിഹൈൻഡ് ദിസ് മൈറ്റ് ബി, ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയാണ്. ഫസ്റ്റത്തെ വരുന്നത് എന്താണ്, ലേബർ ആൻഡ് മാനേജ്മെന്റ് ആർ ടു ഗ്രൂപ്പ്സ് അല്ലെ. നമ്മുടെ ലേബറും തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരൊറ്റ ഗ്രൂപ്പാണോ? ആണോ? അങ്ങനെ
നമ്മ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ ടോപ്പിലുള്ള അവിടുത്തെ മാനേജ്മെന്റ് പറയാണ് നമ്മ ഒന്നാണ്, ഒരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞാലും ഒന്നാവോ? ഇല്ല അല്ലെ, രണ്ട് ഗ്രൂപ്പാണ് അല്ലേ, അവര് രണ്ട് ഗ്രൂപ്പാണ് അല്ലേ. അതെന്താണ്, നമ്മുടെ ലേബറും മാനേജ്മെന്റും എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പുകളാണ്. വിച്ച് ആർ പ്രസന്റ് ഇൻ എവറി ഓർഗനൈസേഷൻ അല്ലേ. എന്താണ് നിലവിലുള്ള നമ്മുടെ എല്ലാ ഓർഗനൈസേഷനിലും രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് നമ്മുടെ ലേബറും മാനേജ്മെന്റും നിലനിൽക്കുന്നത്. They usually have different perspectives and perception of their interest and develop negative thinking about each other. എന്താണ്, സാധാരണയായിട്ട് അവരുടെ താല്പര്യങ്ങളും വീക്ഷണകോണുകളും എങ്ങനെയായിരിക്കും, വ്യത്യസ്തങ്ങളായിരിക്കും അല്ലേ. ആണോ? ഒരേപോലെ ആയിരിക്കും അവർ ചിന്തിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വ്യൂ പോയിന്റ്സുകളൊക്കെ ഒരേപോലെ ആയിരിക്കോ? അല്ല അല്ലേ. എന്താണ്, സാധാരണയായി അവരുടെ താല്പര്യങ്ങളും അവരുടെ വീക്ഷണകോണുകൾ അല്ലെ, വ്യൂ പോയിന്റ്സുകളും എങ്ങനെയായിരിക്കും, ഒരേപോലെ ആയിരിക്കില്ല അല്ലെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ എന്താണ്, അവർക്കിടയിൽ ഒരു പരസ്പരം നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ എംപ്ലോയീസിന് നമ്മുടെ മാനേജ്മെന്റിനെ കുറിച്ച് ഒരു നെഗറ്റീവ് ചിന്ത പൊതുവായിട്ട് കാണാറുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ തരുന്നില്ല അല്ലെ, നമ്മുടെ എന്താണ് നമ്മുടെ കാര്യങ്ങൾ അല്ലെ, നമുക്ക് വേണ്ട ആവശ്യങ്ങൾ അവർ നിറവേറ്റി തരുന്നില്ല അല്ലെ. അപ്പൊ എന്താണ്, അതേപോലെ തൊഴിലുടമകൾക്ക് ഉണ്ടാവും അല്ലെ, തൊഴിലാളികളെ കുറിച്ച് കുറച്ച് നെഗറ്റീവ് പോയിന്റുകൾ ഉണ്ടാവോ, ചിന്തകൾ ഉണ്ടാവോ? അപ്പൊ എന്താണ്, സാധാരണയായിട്ട് അവരുടെ താല്പര്യങ്ങളും വീക്ഷണകോണുകൾ അല്ലെ, അവരുടെ വ്യൂ പോയിന്റ്സുകളും ധാരണകളും ഒരുപോലെ ആയിരിക്കില്ല. കൂടാതെ രണ്ടുപേർക്കും എന്താണ്, നെഗറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നു. അതാണ് ഫസ്റ്റത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒന്ന് എന്താണ്, നമ്മുടെ മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലുള്ള താല്പര്യങ്ങൾ, അവർക്ക് രണ്ടുപേരും എന്താണ്, രണ്ട് ഗ്രൂപ്പുകളാണ്. കൂടാതെ ഇവര് രണ്ട് കൂട്ടരെയും രണ്ട് ഗ്രൂപ്പുകളുടെയും എന്തായിരിക്കും, താല്പര്യങ്ങളും ഇൻട്രസ്റ്റുകളും വ്യൂ പോയിന്റ്സുകളും പെർസെപ്ഷൻസും ഒരുപോലെ ആയിരിക്കില്ല. കൂടാതെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ പരസ്പരം എന്താണ്, നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ ഫസ്റ്റ് പോയിന്റ്? രണ്ടാമത്തേത്, ഓർഗനൈസേഷൻ യൂഷ്വലി ഡു നോട്ട് ഹാവ് പ്രോപ്പർ ഗൈഡ്ലൈൻസ് or rules to set their limits in order to fulfill their goals അല്ലെ. നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ ഓർഗനൈസേഷൻസിന് സാധാരണയായിട്ട് എന്താണ്, അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ ആ ഒരു വിചാരിക്കുന്ന അവരുടെ ആ ഒരു ഗോൾസ് നിറവേറ്റുന്നതിനായിട്ട് പരിധികൾ നിശ്ചയിക്കുന്നതിന് ശരിയായ മാർഗനിർദ്ദേശങ്ങളോ നിയമങ്ങളോ ഉണ്ടായിരിക്കില്ല. ഉണ്ടാവോ? അവരുടെ ആ ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് അവർക്ക് ശരിയായ രീതിയിലുള്ള നിയമങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ ഉണ്ടായിരിക്കോ ഇൻഡസ്ട്രിയില്? ചിലപ്പോ പല സ്ട്രാറ്റജീസും പല തന്ത്രങ്ങളും ഉപയോഗിച്ചായിരിക്കും അല്ലെ അവരവരുടെ ആ ഗോൾ അറ്റൈൻ ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തന്ത്രങ്ങൾ ആണോ? സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണോ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണോ? അല്ല അല്ലെ. അപ്പൊ എന്താണ്, സാധാരണയായി നമ്മുടെ ഓർഗനൈസേഷൻസ് അല്ലെ സ്ഥാപനങ്ങൾക്ക് അവരുടെ എന്താണ് ലക്ഷ്യങ്ങളെ നിറവേറ്റുന്നതിനുള്ള പരിധികൾ നിശ്ചയിക്കാൻ ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളോ നിയമങ്ങളോ ഉണ്ടാകില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? Due to lack of norms, both groups go to any extent and even try to justify their action. അല്ലെ ആ ഒരു മാനദണ്ഡങ്ങളുടെ ആ ഒരു റൂൾസുകളുടെ അല്ലെ അഭാവം കാരണം രണ്ട് ഗ്രൂപ്പുകളും ഏതറ്റം വരെയും പോവുകയും അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അല്ലെ. ഇനിയാണോ പൊതുവെ അങ്ങനെയല്ലേ കണ്ടുവരുന്നത്? നമ്മളാണെങ്കിൽ അങ്ങനെയാണ് അല്ലെ. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അറിഞ്ഞാലും നമ്മ എന്ത് ചെയ്യും?
നമ്മളെ ന്യായീകരിക്കാനായിരിക്കും ശ്രമിക്കുന്നത് അല്ലേ? ആണോ? ആണ് അല്ലേ? അപ്പൊ എന്താണ് മാനദണ്ഡങ്ങളുടെ അല്ലെ ഇങ്ങനെയുള്ള റൂൾസുകളുടെ സ്റ്റാൻഡേർഡുകളുടെ അഭാവം കാരണം അവരെന്ത് ചെയ്യാൻ ഡ്യൂ ടു ലാക്ക് ഓഫ് നോംസ്. എക്സാമ്പിൾ തരണം. ഇപ്പൊ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാല് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ ഭാഗത്ത് ഇപ്പൊ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് എന്താ ചെയ്യുന്നത്? അവരുടെ ഭാഗം ന്യായീകരിക്കാനായിരിക്കും ശ്രമിക്കുക. ഞങ്ങൾ ശരിയായ രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായെങ്കിൽ അവര് ബാധിക്കുള്ളൂ അല്ലേ? പക്ഷെ മാനേജ്മെന്റ് എന്തായിരിക്കും? നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് സമർപ്പിക്കാൻ നോക്കും അല്ലേ? തൊഴിലാളികളുടെ ഭാഗത്താണ് തെറ്റെന്നല്ലേ സമർപ്പിക്കാൻ നോക്കുള്ളൂ. അപ്പൊ എന്താണ്? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നോംസുകളുടെ അഭാവം കാരണം എന്താണ് നമ്മള് ഇതാക്കാനായിട്ട് നമ്മൾ ഏതറ്റം വരെയും പോകും അല്ലേ? അപ്പൊ എന്താണ്? രണ്ട് ഗ്രൂപ്പുകളും അവർക്ക് അത് നേടിയെടുക്കാൻ വേണ്ടി തങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവുകയും അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണ് വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ ആയോ? രണ്ടെണ്ണം പറഞ്ഞു. ഈ മിക്സ്ചർ കോൺഫ്ലിക്റ്റ് വരാനുള്ള ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. ഇനിയുണ്ട് രണ്ടെണ്ണം. ഇത്രയും മനസ്സിലായോ മിസ് എടുത്ത ഭാഗം? ഓക്കെ ആണോ? എങ്ങനെയുണ്ട്? കുറച്ച് ടഫാണ് തോന്നുന്നുണ്ട് അല്ലേ? കുറച്ച് ടഫാണോ? ഒരു ഇച്ചിരി പോകുന്തോറും ഇത്തിരി ടഫായി വരുന്നുണ്ട് അല്ലേ? കുറച്ച്. ഓക്കെ, മിസ് പരമാവധി ഈസി ആക്കി പറഞ്ഞു തരാൻ നോക്കാം കേട്ടോ. നിക്ക് മിസ് എടുക്കുന്നത് ക്ലിയർ ആവുന്നില്ലേ നിങ്ങക്ക്? പറഞ്ഞു തരുന്നത് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും എടുത്തു വെക്കരുത് കേട്ടോ. നിങ്ങൾ മിസ് പറഞ്ഞു തന്നാലും ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്നല്ലേ? അപ്പൊ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അത് എടുത്തു വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ടൈം ഒക്കെ കിട്ടുമ്പോ ഒന്നും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.